നമസ്കാരം. നാട്ടിൽ കൂടണയാനുള്ള രഞ്ജിതയുടെ സ്വപ്നം പാതി വഴിയിൽ ചിറകറ്റു വീണു. നാട്ടിലെ സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കും മുമ്പ് ലണ്ടനിലെ ജോലിയിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള യാത്രയിലാണ് പത്തനംതിട്ട കോഴഞ്ചേരി കോഞ്ഞക്കൽ വീട്ടിൽ രഞ്ജിത നായർ അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടത്. 28-ന് പാലുകാച്ചൽ ചടങ്ങും ഓണത്തോടനുബന്ധിച്ച് ഗൃഹപ്രവേശനവും നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത 5 വർഷത്തെ അവധിയിലാണ് വിദേശത്തേക്ക് പോയത്. ഒമാനിലെ SQH ആശുപത്രിയിലായിരുന്നു ആദ്യ ജോലി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടനിൽ ജോലി ലഭിച്ചു. ആരോഗ്യവകുപ്പ് അനുവദിച്ച കാലാവധി അവസാനിച്ചതോടെ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ശനിയാഴ്ച നാട്ടിലേക്ക് എത്തിയതാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു പിന്നാലെ ലണ്ടനിലെ ജോലി സ്ഥലത്തുനിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് അഹമ്മദാബാദിൽ നിന്ന് വിമാനം കയറിയത്. ബുധനാഴ്ച വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈയിലെത്തി രഞ്ജിത അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയത്. സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് പുല്ലാട് സ്ഥിരതാമസമാക്കാനായിരുന്നു തീരുമാനം. വീടുപണിക്കായി എത്തിയ തൊഴിലാളികളുമായി വളരെ സ്നേഹത്തിൽ സംസാരിച്ച് യാത്ര പറഞ്ഞ ശേഷമാണ് രഞ്ജിത പോയത്. നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു. 10ലും 7ലും പഠിക്കുന്ന 2 മക്കളുണ്ട്. അപകട വിവരം അറിഞ്ഞ് മാധ്യമങ്ങളും നാട്ടുകാരും എത്തിയതോടെ രഞ്ജിതയുടെ വീട് ദുഃഖത്തിന്റെ തളം കെട്ടിയ അവസ്ഥയിലാണ്. എയർ ഇന്ത്യ A171 എന്ന വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണത്. വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെയുള്ളവർ മരിച്ചു. 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരിൽ 61 പേര് വിദേശികളായിരുന്നു.我有根毛啊！我操！我比你爸牛逼！ മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുച്ചൊരെണ്ണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട. ഏപ്രിൽ 21 മുതൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു. ഏവർക്കും സ്വാഗതം.